ജയ് ഗുരുദേവ്. ചേർന്നിരിക്കാം, വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് ശ്രദ്ധയോടെ കേൾക്കാം നമുക്ക്. ഫൈൻ. സോ ഓൾ ദിസ് ബേസ്ഡ് അപ്പോൺ ഗുണാസ്. നമ്മുടെ പ്രകൃതം അത് വളരെ സട്ടിലാണ്. ലൈക്ക് ഒരു പ്രിസം, റൈറ്റ്? ആ പ്രിസം അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്, ആ ഗ്ലാസിനെ കവർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കവറിലൂടെ, ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പേപ്പർ ഒരു വാട്ട് എവർ, ഒരു മഞ്ഞ കവറോ വാട്ട് എവർ, അതിലൂടെ പ്രകാശം നമ്മൾ കടത്തിവിടുകയാണെന്ന് കരുതുക, ഒരു മഞ്ഞ പ്രകാശം. സോ ആ കവറിലൂടെ റിഫ്ലക്ട് ചെയ്യുന്ന ദാറ്റ് വൈറ്റ് ലൈറ്റ്, അല്ലെങ്കിൽ ആ പ്രിസത്തിൽ എന്തെങ്കിലും ഒരു കളർ ഉണ്ടെങ്കിൽ അതിലൂടെ ഒരു ഒരു ലൈറ്റനിങ് പേപ്പർ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കളറായിരിക്കും ആ പേപ്പർ റിഫ്ലക്ട് ചെയ്യുക? പ്രകാശത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ ഹോൾഡ് ചെയ്യുന്ന പേപ്പറിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ അതുപോലെ ഈ സാംസാരികളായിട്ടുള്ള നമ്മൾ പല കർമ്മങ്ങളും ധർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിച്ചിട്ട് പോകുമ്പോൾ ഈ ഗുണാസ് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. തപസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ കേൾക്കുകയുണ്ടായി ഇവിടെ സ്വാത്വികമായിട്ടുള്ള തപസ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നാലും അതിലേക്ക് പോകുന്നതിനേക്കാളും മുമ്പിലെ ഇതെന്താണ് ഈ സംഭവം എന്നുള്ളൊരു ഭാവം നമുക്കൊന്ന് പിടികിട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈ കേൾവിയോട് നിങ്ങൾക്കൊരു പ്രിയം വരും. അതുകൊണ്ട് ഒരു രസമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ നമുക്ക് തുടങ്ങാം. വൺസ് കുംഭകർണൻ അറിയാലോ. കുംഭകർണൻ ഭയങ്കരമായിട്ടുള്ള തപസ് അനുഷ്ഠിക്കുവാണ്. ഭയങ്കര തപസ്, ഘോരമായിട്ടുള്ള ഒരു തപസ്. അപ്പൊ ആദ്യം ആൾക്കാർ വിചാരിച്ച ഇയാള് ഭയങ്കര തമോ ഗുണമുള്ള ഒരാളാണ്. എന്താ തമോ ഗുണമുള്ള ആള് എന്ന് പറയാൻ വേണ്ടി കാരണം ഉറക്കം, മടി, ഏറ്റവും സുഖം ഇല്ലേ നമുക്ക്. ചിലപ്പോ നമ്മൾ അങ്ങനെ പറയില്ലേ, ഭയങ്കര ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് നമുക്ക്. ഉദാഹരണത്തിന് നമുക്ക് അത്രയും നേരമുള്ളൂ എന്ന് കരുതുക, നമ്മൾ ലേറ്റ് ആയിട്ട് പോയി കിടന്നു, ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ശബ്ദമൊക്കെ കേട്ട് നമ്മൾ എഴുന്നേറ്റിട്ട് അപ്പൊ നമ്മൾ അയ്യോ ദൈവമേ ഇത്ര വേഗം നേരം വെളുത്തോ എന്നൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് വാച്ച് നോക്കുമ്പോൾ ഒരു പുലർച്ചെ 2 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖമുണ്ട് നമ്മുടെ ഉള്ളിൽ. ശരിയല്ലേ? എന്താ സുഖം? ഇനിയും ഉണ്ടല്ലോ ഒരു 2-3 മണിക്കൂർ ഉറങ്ങാൻ. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ആ ഉറക്കത്തെ ഇഷ്ടപ്പെടുന്ന ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അറ്റ്ലീസ്റ്റ് ആ മാനസികാവസ്ഥയെങ്കിലും ഇവിടെ ഒന്ന് കാണിക്കണം കേട്ടോ. കുറച്ച് താല്പര്യം, ഇഷ്ടം, പ്രിയം. സോ കുംഭകർണൻ ഭയങ്കരമായിട്ട് ആ ഉറക്കമൊക്കെ വിട്ടിട്ട് ഈ പ്രാർത്ഥന തപസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആദ്യം ദേവന്മാർ വിചാരിച്ചു ഇത് പകുതിക്കൊക്കെ വിട്ടു പോവുമായിരിക്കും. പക്ഷേ ദ പേഴ്സൺ വാസ് സോ കമ്മിറ്റഡ്. ഈ ദേവന്മാര് മനസ്സിലാക്കി ഇത് തുടർന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസാവും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എന്ത് വേണം ഇയാളുടെ തപസ് കണ്ടിട്ടില്ലേ നിങ്ങൾ? പല രീതിയിൽ തപസ് പ്രയാസപ്പെടുത്തിയിട്ട് കൊണ്ടും നിങ്ങൾ ആ പണ്ട് മഹാഭാരതം അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടല്ലോ, ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് അതിന്റെ സ്മെല്ലൊക്കെ വെളിയിലേക്ക് വിട്ടിട്ട് കുംഭകർണനെ ഉണർത്തിക്കാൻ വേണ്ടി പറ്റൂ, അങ്ങനെയൊക്കെ. പക്ഷെ ഹി വാസ് സോ കമ്മിറ്റഡ് പല രീതിയിൽ ഇതിൽ നിന്നൊക്കെ ഉണർത്താൻ വേണ്ടി. അങ്ങനെ ഫൈനലി ദേവന്മാരൊക്കെ ദേവിയുടെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, സരസ്വതി ദേവിയുടെ അടുത്ത് പോയിട്ട് പറയാണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, ഇദ്ദേഹം ഇത് വിട്ട് വന്നു കഴിഞ്ഞാൽ ആകെ പ്രയാസാവും. അപ്പോ പറയാണ്, ഇത് വളരെ സ്വാത്വികമായിട്ടാണ് തപസ് അനുഷ്ഠിക്കുന്നത്, ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഈവൻ ദോ അയാൾ അസുരനാണ്, തമോ ഗുണമുള്ള ഒരാളാണ്, പക്ഷെ ഇപ്പൊ എന്താ ചെയ്യാ? നിങ്ങൾ കണക്ട് ചെയ്യണം കേട്ടോ, ഈ ഒരു അധ്യായമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. അപ്പൊ ഫൈനലി ദേവി പറഞ്ഞു, ശരി നോക്കാം, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. പിന്നെ ഇയാൾക്ക് അയാളുടെ ആ ഒരു ഗുണം കാണിക്കും. സോ ചില ആളെ കണ്ടിട്ടില്ല, തപസ്സൊക്കെ ചെയ്ത് വല്ലതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ കാണും. ദേവി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇദ്ദേഹം ഉണർന്നു, ആ അനുഗ്രഹം കൊടുക്കേണ്ട ഒരു സമയം വന്നു. അദ്ദേഹത്തിന്റെ അനുഗ്രഹ പ്രാപ്തിക്കായിട്ട് ഇദ്ദേഹം എന്ത് വരം വേണമെങ്കിലും ചോദിക്കാന്നൊക്കെ പറഞ്ഞപ്പോ ഇദ്ദേഹം എന്ത് വരമാണ് ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിർദേഹത്വം എന്നുള്ളൊരു വരമാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിർദേഹത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്. അസുരനാണ്, പക്ഷെ ഇദ്ദേഹം ഒരു അമരത്വം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ദേവന്മാർക്ക് നിലനിൽപ്പുണ്ടാവില്ല. അപ്പം ഈ ദേവി എന്ത് ചെയ്യുന്ന വെച്ചാൽ, സരസ്വതി ദേവി അറിയാലോ അല്ലെ, ഈ നാവിൽ വിളയാടണം എന്നൊക്കെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു പ്രസാദമാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അനുഭവവും ഇഷ്ടവും പ്രിയവും ഒക്കെ തോന്നാൻ സരസ്വതി ദേവിയുടെ അനുഗ്രഹം കുറച്ച് നമുക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കും സരസ്വതി ദേവി വളരെ അസുരന്റെ നാവിൽ കയറിയിട്ട് ഒരു കാര്യം ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നിദ്രാവത്വം. ഇദ്ദേഹം ആഗ്രഹിച്ചത് എന്താണ്, ചോദിച്ചെന്താണ്? നിർദേഹത്വം. ബട്ട് ദ ദേവി അതിനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്താ പറയുക, നാവ് പിഴാന്നൊക്കെ പറയില്ലേ ഇതിന്, എന്താ പറഞ്ഞത്? നിദ്രാവത്വം. നല്ല കലക്കനായിട്ടുള്ള വരം കിട്ടി.
തഥാസ്തു. പിന്നെ രണ്ടാമത് പറയാനൊന്നും അവിടെ ദേവൻ നിന്നില്ല കേട്ടാ, ഉടനെ അവര് പോയി. സോ നിദ്രാവത്വം കേട്ട അന്ന് മുതൽ പുള്ളി ഉറക്കാം. അത് ദാറ്റ് ഈസ് ഇൻക്ലൂഡിങ് ഇൻ ദിസ് തമസ്. ക്ലിയർ? തമോ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. അപ്പോ ഈ ഒരു എന്താണ് ആ ടേസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ നമ്മുടെ എല്ലാത്തിലും കാണാൻ വേണ്ടി സാധിക്കും. ചിലപ്പോൾ നമ്മൾ വളരെ സ്വാത്വികമായി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി അസോസിയേഷൻ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫുഡ്, ശ്രീരാമകൃഷ്ണ പരമഹംസനൊക്കെ അദ്ദേഹത്തെ കാണാനും കൊടുക്കാനും ഒക്കെ ആൾക്കാർ വല്ലതൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ സ്വാമി അത് തൊട്ടുനോക്കുക പോലും ഇല്ല. എന്നിട്ട് പറയും ഭയങ്കര തമോ ഗുണി ഒക്കെ ഉള്ള ആൾക്കാരാണ് കൊണ്ടുവച്ചത്, മഹാപാപിയാണ് അത് കഴിച്ച എനിക്ക് പോലും പ്രയാസാവും എന്നൊക്കെ അദ്ദേഹം പറയും. ആൾക്കാർ ഭയങ്കര ഇതുപോലെയാണ്, ചില സമയത്ത് ഭയങ്കര ഇമോഷണൽ, ഇങ്ങനെയൊക്കെ ആയിട്ട് പലതൊക്കെ ചെയ്യും, കൊടുക്കും. ഫൈനലി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവരുടെ ശരിയായ സ്വഭാവം വരും. ആ വരുന്നതാണ് ഇറ്റ് ഇസ് ഓൾ ബിക്കോസ് ഓഫ് ദ ഗുണാസ്. അപ്പം യഥാർത്ഥത്തിൽ ആ സ്വാത്വികതയും പ്രസന്നതയും ഉള്ള ഒരാള് അതിൽ തന്നെ തുടരും. വേറൊരാൾക്ക് ഒരു ഹാംഫുൾ ചെയ്യില്ല, പ്രയാസപ്പെടുത്തില്ല. ദർ ഇസ് എ സ്റ്റോറി ഗുരുദേവ് ഈ ഒരു സെഷനൊക്കെ വരുമ്പോൾ പറയാറുണ്ട്. ശുചീന്ദ്ര നഗർ, കാശിയിൽ ഒരു സെയിന്റ് ഉണ്ടായിരുന്നു. ആ സെയിന്റിനെ ഒരിക്കൽ അവിടുത്തെ രാജാവ് കൊട്ടാരത്തിൽ ആഹാരമൊക്കെ കൊടുക്കാനൊക്കെ വിളിച്ചു. അങ്ങനെ സ്വാമി വരുമ്പോ അറിയാലോ, ഭയങ്കര സിദ്ധനാണ്, അദ്ദേഹത്തെ സ്വർണ്ണ തളികയിലൊക്കെ ആഹാരവും കാര്യങ്ങളൊക്കെ കൊടുത്തു, എല്ലാം യഥാവിധി സൽക്കരിച്ചൊക്കെ ചെയ്തു. അങ്ങനെ സ്വാമി അവിടുന്ന് പോകുമ്പോൾ ആഹാരമൊക്കെ കഴിച്ച് വളരെ തൃപ്തിയായി പോകുമ്പോൾ ഒരു കാര്യം ചെയ്തു. ഇദ്ദേഹത്തിന്റെ ഈ പാത്രത്തിൽ, ഇദ്ദേഹത്തിന്റെ ഈ ഭാണ്ഡമൊക്കെ ഉണ്ടാവില്ല, ഈ കവറൊക്കെ ഉണ്ടാവും, സ്വാമിമാർക്ക് ഒരു സഞ്ചിയൊക്കെ ഉണ്ടാവും. എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ സഞ്ചിയിൽ ഈ സ്വർണത്തിന്റെ തളികയും പാത്രവും ഒക്കെ എടുത്തിട്ട് പോയി. അപ്പൊ ഇത് ഭടന്മാര് കണ്ട് രാജാവിനോട് പറഞ്ഞു, ഇദ്ദേഹം ഭയങ്കര സിദ്ധനാണ്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ രാജാവ് പറഞ്ഞു, നമ്മോട് ചോദിക്കാൻ ഒരു മടി കൊണ്ടായിരിക്കാം, പോയിക്കോട്ടെ, സ്വാമിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, എടുത്തോട്ടെ, എന്തായാലും നല്ലതേ ചെയ്യുള്ളൂ അദ്ദേഹം. ഇല്ലേ, ചില ആൾക്കാർ ഇങ്ങനെയുള്ള സ്വാത്വികമായിട്ടുള്ള ആൾക്കാർ കിട്ടിയാൽ നല്ലതേ ചെയ്യുള്ളൂ, അതുകൊണ്ട് അത് കൊടുക്കും, എടുക്കട്ടെ എന്നുള്ള ധാരണയിൽ രാജാവ് അതിനെ ഗ്രാൻഡ് ചെയ്തു. സോ 2 ഡേ, 2-2.5 ദിവസം അത്രയൊക്കെ കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ സ്വാമി തിരിച്ചു വന്നു. സ്വാമി തിരിച്ചു വന്നിട്ട് ഈ പാത്രം എവിടെയാണോ ഇരുന്നത് അത് അവിടെ തന്നെ വെച്ചിട്ട് പോയി. ഗ്ലാസും സ്വർണത്തിന്റെ തളികയും വെള്ളി പാത്രങ്ങളെല്ലാം അവിടെ തന്നെ വെച്ചിട്ട് പോയി. അപ്പൊ രാജാവ് കൺഫ്യൂസ്ഡ് ആയി. ഈ സ്വാമി പോകാൻ വേണ്ടി ഇരിക്കുമ്പോ രാജാവ് പറയാണ്, അല്ല, നേരത്തെ നമ്മൾ കരുതി എന്തെങ്കിലും ആവശ്യമുള്ളതുകൊണ്ട് എടുത്തതായിരിക്കാം, ദാറ്റ്സ് ഓക്കെ, പക്ഷെ ഇതിപ്പോ ഇത്രയും ദിവസത്തിന്റെ ഇടയിൽ ഇത് അതേ സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഭാവമാറ്റം ഇല്ലാണ്ട് നിങ്ങൾ പോകുന്നതിന് കാരണം എന്താ, അതൊന്ന് പറഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോ സ്വാമി പറയാണ്, ഇതെങ്ങനെ എന്റെ കയ്യിൽ വന്നത് എന്നുള്ളതാണ് എനിക്കും 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ ശ്രദ്ധ എനിക്കും വന്നത്. എന്നാലും പറയൂ, അങ്ങക്ക് അറിയാതിരിക്കാൻ വഴിയില്ല. ഹി വാസ് സോ സ്വാത്തിക, ഹി വാസ് സോ പയസ് സെന്റേഡ്. അപ്പൊ സ്വാമി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാണ്, ശരി, ഈ പാത്രത്തിലായിരുന്നല്ലോ ഞാൻ ഊണ് കഴിച്ചത്, ഈ ആഹാരം ആരാ പാചകം ചെയ്തതെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ പാചകം ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്. ഭയങ്കര രസമാണ് കേട്ടോ. അപ്പൊ ഈ രാജാവ് പറയാൻ ഭടന്മാരെ വിളിച്ചിട്ട് പറയാൻ, ഇത് എന്താണ്, ഇത് കുക്ക് ചെയ്യാൻ ഉപയോഗിച്ച വെജിറ്റബിൾസും സംഭവങ്ങളൊക്കെ എന്താണ്. അപ്പൊ പറയാണ്, നമ്മളത് ഈ റോന്ത് ചുറ്റാനൊക്കെ പോയപ്പോ കുറച്ച് കള്ളന്മാരെ കണ്ടു, അപ്പൊ അവന്മാര് സംഭവങ്ങളൊക്കെ മോഷ്ടിച്ചു പോവായിരുന്നു, നമ്മൾ അവരെ കൈയോടെ പിടിച്ച്, അവരെ പിടിക്കാൻ മാത്രമല്ല അവർ കൊണ്ടുപോയ സാധനങ്ങളടക്കം നമ്മൾ കൊണ്ടുവന്നു. അങ്ങനെ അവരെ പിടിച്ചു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ കുക്ക് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇത്. അപ്പൊ സ്വാമി പറയാണ്, ചുമ്മാതല്ല. അപ്പം ആ ആ ആ ഫുഡ് വളരെ സെൻസിറ്റീവ് ആണ്. അപ്പൊ അത് അതിലേക്ക് എന്താവും, ഷെയ്ഡ് ആവും. അതൊക്കെ കൊണ്ടാണ് വളരെ ചൂസ് ചെയ്യാവുന്നത് സച്ച് ആൾക്കാർ. അവർ വളരെ സ്വാത്വികമായിരിക്കും, അവർ ചില സ്ഥലങ്ങളിൽ കഴിക്കില്ല. ക്ലിയർ ആവുന്നുണ്ട്, അവർക്ക് അതൊക്കെ സെൻസ് ചെയ്യും. പിന്നെ രാജാവ് ചോദിച്ചു, പിന്നെ എന്തിനാ ഈ 2.5 ദിവസം കഴിഞ്ഞപ്പോ കൊണ്ടച്ച എന്തിനാണ്. അപ്പോ ഈ കഴിച്ച ആഹാരത്തിലെ ഇമ്പാക്ട്, അതാണ് ജേസ അൻ വേസ മൻ എന്നൊക്കെ പറയും. ആ കഴിക്കുന്ന ആഹാരമാണ് മനസ്സും കാര്യങ്ങളൊക്കെ ആവുക. അപ്പൊ അതിന്റെ ഇമ്പാക്ട് ഒരു 2-2.5 ദിവസം വരെ നിൽക്കുള്ളൂ. ആ തോട്ടിൻ്റെതാവട്ടെ അല്ലെങ്കിൽ ആ അന്നത്തിന്റെ ശക്തിയാവട്ടെ. അപ്പൊ അത് കഴിഞ്ഞപ്പോ സ്വാമിക്ക് ആ സ്ഥിരം അദ്ദേഹത്തിന്റെ സഹജതയിലേക്ക് വന്നു. അപ്പൊ അദ്ദേഹം നോക്കിയിട്ട് പറയണം, അയ്യോ, ഇതെങ്ങനെ എന്റെ കയ്യിൽ വന്നു, ഓ, ഇത് അവിടുത്തെ തന്നെ കൊണ്ടുപോയി വെക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരിക്കലും തോന്നൂല ഏട്ടാ, 2.5 അല്ല 20 കൊല്ലം കഴിഞ്ഞാലും നമുക്ക് തോന്നൂല. കാര്യം എന്താ, കാര്യം ബാക്കി fill in the blanks. Those who are so centered, swatik, they will feel. ഭയങ്കര കണ്ടാ മനസ്സിലാവും. ഇറ്റ്സ് ഓൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് വാട്ട് ശ്രദ്ധാത്രയ വിഭാഗ യോഗം മീൻസ്. നമ്മൾ എവിടെയൊക്കെയാണ് പെട്ടിരിക്കുന്നത്, രജോ തമോ ഗുണം, അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഉണ്ടാവും. ഇനി സ്വാത്വികമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സത്വപ്രസന്നത ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷമായിട്ട് ഇരിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ശരി, ബിലീവ് മീ, മക്കൾ ഉണ്ടാവാം, പാരന്റ്സ് ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം, ബട്ട് ഇഫ് യു ആർ നോട്ട് സ്വാത്വിക് യു കനോട്ട് ബി ഹാപ്പി. സത്വപ്രസന്നതയുടെ റിസൾട്ട് ആണ് സന്തോഷം.
ഒന്ന് കയ്യൊക്കെ അടിച്ചോ, എന്നിട്ട് വീട്ടിൽ പോയിട്ട് വീട്ടിലാണല്ലോ ആലോചിച്ചാൽ മതി കിടക്കുമ്പോൾ, ഞാൻ എന്തിനാ കയ്യൊക്കെ അടിച്ചത്. സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ സ്വാത്വികത ഉണ്ടാവും. അപ്പൊ ആ സ്വാത്വികതക്കാണ് ഒരു ഗുരു, അദ്ദേഹത്തിന്റെ പ്രക്രിയകള്, ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ എഗെയിൻ ആൻഡ് എഗെയിൻ ഓർമ്മിപ്പിക്കല്. അപ്പൊ പിന്നെ എന്താന്ന് വെച്ചാൽ ആ കമ്പനി വരുമ്പോ അത് ചെയ്യണം, അവിടെ പോകണം, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങളുടെ മൈൻഡ് മെല്ലെ അതിനോട് അലൈൻമെന്റ് ആയിട്ട് വരും. ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, അല്ലെങ്കിൽ ഒരു പരിപാടിയും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഗുണാസ് നിങ്ങളെ ഓവർ പവർ ചെയ്യും. നിങ്ങൾ മടിയനാവും, കിടന്നുറങ്ങും, ക്ഷീണം പിടിക്കും. ഉണ്ടാവാറുണ്ടോ ഇല്ലയോ? അതിനനുസരിച്ചിട്ട് അസുഖം വരും, തമോ ഗുണികൾ, മടി വരും. വെൽ, ഇന്ന് വളരെ രസമാണ്. ഞാൻ ഇന്ന് അതിന്റെ ഒരു വീഡിയോ ഫൈനലി ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിലൂടെ തുടങ്ങാം. ശ്രദ്ധിച്ചു കേൾക്കാം കുറച്ചു നേരം. ആയുസത്വ ബലാരോഗ്യ സുഖപ്രീതി വിവർധന രസ്യാഹ സ്നിഗ്ധ സ്ഥിരാ ഹൃദയ ആഹാര സ്വാത്വിക പ്രിയ. സോ ഇവിടെ ഭഗവാൻ സേസ് ദീർഘായുസിനും നിലനിൽപ്പിനെ തന്നെ ശുദ്ധീകരിക്കുന്നതും ബലം നൽകുന്നതും ആരോഗ്യത്തോടും സന്തോഷത്തോടെയും പറഞ്ഞല്ല ഇവിടെ വരുവാണ്, സംതൃപ്തി വളർത്തുന്നതും. ഞാനല്ല കേട്ടാ, 5000 years back ശ്രീകൃഷ്ണ സെഡ് ദിസ് മാർഗങ്ങൾ ആലോചിച്ച് നോക്കിയ. സംതൃപ്തി വളർത്തുന്നതും പ്രീതികരവും ഒക്കെ ആയിട്ട് ഇരിക്കണമെങ്കിൽ ആ തരത്തിലുള്ള ആഹാരം കഴിക്കണം. ആ തരത്തിലുള്ള ആഹാരത്തിന് വിളിക്കുന്ന പേരാണ് സ്വാത്വിക ആഹാരം. ബട്ട് അദ്ദേഹം അതിങ്ങനെ വളരെ വിവരിച്ചിട്ടൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ സ്വാത്വിക ആഹാരം എന്താന്നുള്ളത് നമുക്കറിയാം, എന്തൊക്കെയാണ് വെജിറ്റേറിയൻ ആഹാരം. ഇത് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിച്ചിട്ട് പച്ചക്കറിയൊക്കെ പറിച്ചിട്ട് 3 മണിക്കൂറിന് ഇടയിൽ വേവിച്ച് അല്ലെ പാചകം ചെയ്തിട്ട് 4 മണിക്കൂറിന്റെ അകത്തൊക്കെ കഴിക്കണം. അതൊക്കെയാണ് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റേറിയൻ ആഹാരം, ലൈറ്റായി. ഗീത എങ്ങനെയൊക്കെ ഒരു ഭക്തനെ അല്ലെ അയാളുടെ സംസാരവും പ്രാരബ്ധവും കൊണ്ടുപോകുമ്പോ, വാടാ നീ ഇങ്ങനെയൊക്കെ നിന്നിട്ട് ഇതൊക്കെ ചെയ്താൽ തന്നെ നിനക്ക് എന്നോടൊരു ഭക്തി ഉണ്ടാവും. സച്ച് ആഹാരം ഈസ് കോൾഡ് സ്വാത്വിക ആഹാരം. അതിന്റെ ഗുണങ്ങളാണ് ഭഗവാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ആയുബല, ബലാരോഗ്യ, സുഖപ്രീതി വിവർധന, ഇതൊക്കെയല്ലേ ആവശ്യം. പക്ഷെ ഈ മനസ്സ് ഇന്ദ്രിയങ്ങൾ എന്തൊരു കണ്ണിങ്ങാണെന്ന് പറയാം. അവരെന്തൊക്കെ നമ്മളെ പ്രലോഭിപ്പിച്ചോളെ അല്ലെ. പ്രഹർഷേന ഉണ്ടാവുന്ന ലോപനം അത് ഭയങ്കര ടേസ്റ്റ് വാഗ്ദാനം ചെയ്യും അല്ലെ. ബാക്കിയുള്ള ഈ നോൺ വെജും സംഭവമൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് കുറച്ചു നേരം നാവിന്. തക്കാളിക്കൊന്നും വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല, എന്നാലും അത് ഭയങ്കര ഗുണമാണ്, ഭയങ്കര പ്രാണശക്തിയാണ്, സ്വാത്വികതയാണ്. അപ്പൊ ഇന്ന് ഈ ഗീത കേട്ട് പോകുമ്പോൾ ഒരു ടൈം പാസിനല്ലാതെ ഇന്ന് നിങ്ങൾ തീരുമാനിക്കണം. എന്താ തീരുമാനിക്കേണ്ടത്? എനിക്ക് സ്വസ്ഥവും ശാന്തിയായിട്ട്, കുറെ വയസ്സൊക്കെ ആയില്ലേ. ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ച് വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ, എല്ലാ ഏജിലുള്ള ഒരു ക്രൗഡാണല്ലോ. ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കല്ലേ വീട്ടിലിരുന്നിട്ട് ഭഗവാൻ കിട്ടും, സ്വാമി സന്തോഷമായിട്ടിരിക്കണം, ശാന്തമായിട്ടിരിക്കണം. എന്നിട്ട് വീട്ടിലെ പോയിട്ട് പഴകിയതും എരിവും പുളിയുള്ളതും നോൺ വെജും ഒക്കെ കഴിച്ചിട്ട് അതെല്ലാം മനസ്സിനെ ബാധിക്കുവാണ്. ആ മനസ്സിന് ഒരിക്കലും ഭഗവാൻ നിങ്ങളെ കൊണ്ട് ഒന്ന് കഷ്ടപ്പെട്ടിട്ട് പറയാണ്, എടാ എന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് നിന്നെ സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ബട്ട് സുഖപ്രീതി വിവർധന, യു ജസ്റ്റ് ഫോളോ ദിസ് ഡയറ്റ്. വിൽ യു ഓൾ ഡു ദിസ്? സങ്കടമാണല്ലേ സാർ, ഈ ഫ്രിഡ്ജിലുള്ളതും ഇത് കഴിഞ്ഞിട്ട് പോയാൽ തന്നെ എന്തൊക്കെയല്ലോ പരിപാടി ഉണ്ട്. നാളെ ഇയാളുടെ ഗീതൊക്കെ വരുന്നില്ല, കാര്യം എന്താ? കേട്ടിട്ടില്ല, കുഴപ്പമൊന്നുമില്ല അല്ലേ. ഇത് കേട്ടിട്ട് അത് വിടാനും പറ്റുന്നില്ല. ഒരു വല്ലാത്ത അവിടെ എന്തോ പറയാണ്ടല്ലോ, ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു, പക്ഷെ എന്താ പഴഞ്ചൊല്ല്, പുറപ്പെടുകയും ചെയ്തു അവിടെ എത്തുകയും ചെയ്തില്ല. ഒരു വല്ലാത്ത അവസ്ഥയായി പോയി. ഇതാണ് ഈ ആധ്യാത്മിക ആൾക്കാർക്കുള്ളൊരു പ്രയാസം. ഇത് മനസ്സിലാക്കുകയും ചെയ്തു, പക്ഷെ ഇത് ആചരിക്കാൻ പറ്റുന്നുമില്ല. കുറച്ചെങ്കിലും കേട്ടാ, സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ. ഭഗവാൻ അറിയാം നിന്നെ കൊണ്ട് ഇത് മുഴുവനൊന്നും പറ്റൂല, എന്നാലും കുറച്ചെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഹി വിൽ സേവ് യു ചായത്തോ. ദെൻ ഹി സേസ് കട്മല ലവണ അത്യുഷ്ണ തീക്ഷ്ണ രൂക്ഷ വിദാഹിന ആഹാര രാജസ ശ്രേഷ്ഠ ദുഃഖ ശോകമയ പ്രദ. കയ്പ്, പുളിപ്പ്, ഉപ്പുരസം, കടുത്ത ചൂട്, എരിവ്, ഇതൊക്കെയുള്ള കൂടുതൽ വരുന്ന ആഹാര പദാർത്ഥങ്ങള് രാജസിക സ്വഭാവങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, ഇത്തരം ഭക്ഷണങ്ങൾ ഏതാന്ന് ഞാൻ പറയാം. സ്പൈസി ഫുഡ്, മസാല, ഭയങ്കര എരിവ് കൂടുതല്, ഉപ്പ് കൂടുതല്, ഭയങ്കര പുളി കൂടുതല്, ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കും. ഇതെല്ലാം മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട് കേട്ടാ നിങ്ങളുടെ. എന്നിട്ട് അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ ഇതൊന്ന് വെളിപ്പെടുത്തുവാനല്ല, മോനെ നീ ഇത് കൂടി ഒന്ന് നോക്ക്. പിന്നെ അപ്പൊ ഇത് ചെയ്യുമ്പോ ഈ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും ആൾക്കാർ, ഈ സച്ച് ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക്. അവർക്ക് മെഡിറ്റേഷൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ എന്തൊക്കെ നൃത്തങ്ങൾ കളിക്കുന്നത്. ഇവിടെ ഇരുന്നിട്ട് അവർ പേനയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കും. ഇരിക്കുമ്പോൾ തോന്നും നിൽക്കാൻ, നിൽക്കുമ്പോൾ തോന്നും നടക്കാൻ അല്ലേ.
കിടന്നു കഴിഞ്ഞാൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നടക്കാം. ഒരിക്കലും ഇവൻ സ്വസ്ഥനാവില്ല. ശരിയാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്തൊരാളുടെ തോളിൽ കൈയിടും. അവരുടെ കയ്യിൽ എന്തെങ്കിലും ഇങ്ങനെ പിടിക്കാനൊക്കെ ഉണ്ടാവണം. ദേ കനോട്ട് ബി, ശരിയല്ലേ, സെന്റേർഡ്. ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് ഓവർ എംബീഷൻ ആയിരിക്കും, ആഗ്രഹങ്ങൾ വരും. അത് ഭയങ്കര പ്രവർത്തിച്ചിട്ട് ദുഃഖത്തിന് ഇടവരുകയും ചെയ്യും. അതുകൊണ്ട് ഇതെല്ലാം രാജസികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ആഹാരം ഒന്ന് ശ്രദ്ധിക്കാനാണ് ഭഗവാൻ പറയുന്നത്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടായിരിക്കും ഞാൻ എന്തോ പറഞ്ഞിട്ടാണ്, എന്നോടാണ് ഈ പ്രശ്നം, ഉപ്പ് കൂടുതൽ, ഇയാളാരാ പറയാ. ശ്രീകൃഷ്ണൻ പറഞ്ഞുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. ഇത് കുറച്ച് നാളെ വേണ്ടി കേട്ടെ. മനസ്സിനെ ട്രെയിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആനയെ കൊണ്ട് നടക്കുന്നില്ല ആൾക്കാർ. വലിയ സിംഹത്തെ പോലും കണ്ടിട്ടില്ലേ നിങ്ങൾ ട്രെയിൻ ചെയ്തിട്ടൊക്കെ കൊണ്ടുവരുവാണ്. എന്താ മനുഷ്യന്റെ മനസ്സ് വിചാരിച്ചാൽ സാധിക്കാത്തത്? നിങ്ങളുടെ ഇരിപ്പ് കണ്ട പേരിക്കും ബ്രഹ്മവിദ്യ, ഈ പരിപാടി പറ്റൂല സാറ്. നിങ്ങൾ എത്ര രസമായിട്ടാണോ നിങ്ങളെ ന്യായീകരിച്ചിട്ട് ദുഃഖിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ലൈസൻസ് എടുത്ത് വെച്ചിരിക്കുന്നത്? ആർക്കായി കുഴപ്പം? ഇത് ചിന്തിക്കൂ. ഇത് കേൾക്കുമ്പോ ഒരു ഫ്യൂ ഡേയ്സ് ഒരു 2-3 ഡേ, ആ ഒരു അതാണ് ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ ഒക്കെ. കണ്ടില്ലേ ഗുരുജിയുടെ ഒരു 3 ഡേ കോഴ്സ് ഒക്കെ. ആ കോഴ്സിന്റെ ഡ്യൂറേഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ആ സത്വപ്രസന്നത വന്ന് സ്വസ്ഥവും ശാന്തവുമായിട്ട് ഇരിക്കാൻ വേണ്ടി സാധിക്കും. വിൽ യു ഓൾ ഡു ദാറ്റ്? ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു ആഗ്രഹം. കാര്യം അപ്പോഴാണ് ഈ ഗീത കേട്ടിട്ട് കഥാപരിപാടി അവതരണമൊക്കെ കൊള്ളാം, എനിക്കറിയാൻ കൊള്ളാമെന്ന്. പക്ഷെ എന്റെ ഒരു കൺസേൺ ഈ കേൾക്കുന്ന നിങ്ങളിൽ ഉണ്ടാവുന്ന ഒരു മാറ്റമാണ്. ശരിയല്ലേ? ആ ഉള്ളിലുള്ള അന്തർയാമിയായിട്ടുള്ള ഭഗവാനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് സുഖം, ശാന്തി, സന്തോഷം. സാറേ, ആ ഗീത കാരണം എന്തൊരു മാറ്റം! ഇപ്പൊ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കുളിർമ, ഒരു ശീതളിമ ഒക്കെ ഉണ്ടല്ലോ. അതാണ് അടുത്ത അധ്യായമായിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള ഒരു എൻകറേജ്മെന്റ്. സോ അതൊന്ന് ആചരിക്കുമോ? കുറച്ചെങ്കിലും ഒരു 2-3 ഡേ എങ്കിലും ഈ വെജ് ഫുഡ് സ്വാത്വികമായി. വിൽ യു ഓൾ ഡു ദാറ്റ്? ഒരു ഫോഴ്സിലാവരുത്. നമ്മൾ തന്നെ ഇത് മനസ്സിലാക്കിയിട്ട് മെല്ലെ മെല്ലെ ഒരു ടൈം ബൗണ്ട് ഒക്കെ വെച്ചിട്ട് വിഡ്രോ ചെയ്യും. ഓക്കെ, ഇനി പോകുന്നതിന്റെ ഇടയിൽ വല്ലതൊക്കെ കഴിച്ചു പോയി കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്, നോ പ്രോബ്ലം. കുറച്ചുകൂടി ഡ്യൂറേഷൻ കൂട്ടുക. ഇങ്ങനെ പോയി നിങ്ങൾക്ക് ഒരു ദിവസം ഇത് അറിയാൻ വേണ്ടി പറ്റും. ഈ കഴിക്കുന്ന ആഹാരവും മനസ്സും, ആ മനസ്സിൽ മെഡിറ്റേഷനും സ്റ്റിൽനെസ് ഒക്കെ നിങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ മെല്ലെ അത് വിഡ്രോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അല്ലാണ്ട് ഇത് കേട്ടാ ഡു ദിസ്. Then he says, Yatayamam gatarasam putim പര്യൗഷിതം ചേത് ഉച്ഛിഷ്ടമപി ചാമേധ്യം ഭോജനം താമസപ്രിയം. അതായത് ഈ വേറൊരാൾ കഴിച്ച ആഹാരമൊന്നും കഴിക്കരുതെന്നൊക്കെ ഭഗവാൻ പറയുന്നുണ്ട് ഇവിടെ. ബട്ട് ഗുരുക്കന്മാര് കഴിച്ചതൊക്കെ കഴിക്കാമെന്നും ഭഗവാൻ പറയുന്നുണ്ട്. അത് വേറെ കാര്യം. ഇവിടെ കൃത്യമായിട്ട് ഗീത പറയാണ്, യഥായാമം ഗതരസം, 3 മണിക്കൂറിന് മുമ്പ് പാചകം ചെയ്തതും സ്വാദ് നഷ്ടപ്പെട്ടതും ഈ ചൂടാക്കി കഴിക്കുന്നത്, പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ മഹാരോഗികളാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ഒരു വില കൂടിയ ഒരു ഉപകരണമാണ്. അതിന്റെ പേരാണ് ഫ്രിഡ്ജ്. അത്യാവശ്യം പാല് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ലാതെ. ഇതിനിടെ ഓണം, വിഷു ഒക്കെ കഴിഞ്ഞാൽ ഒരു കോമഡി വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാമ്പാർ പരിപ്പൊക്കെ കൂടി ഇങ്ങനെ ഒരു സമരം ചെയ്യും, ഇത് അകത്തേക്ക് കടക്കാനുള്ളത്. ഫ്രിഡ്ജ് അടയുകയേ ഇല്ല, എന്നാ ഇതെടുത്ത് വെക്കുകയും വേണം. കൊണ്ട് കളയും അതൊക്കെ. ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതെല്ലാം? ഇതാണ് നമ്മളെ ദുർഗന്ധം. ചിലയാൾ ഈ വളിച്ചിട്ടൊക്കെ ഉണ്ടാവും, എന്നാലും കാശല്ലേ സാറേ, കളയാൻ പറ്റുമോ? ഇതിനൊക്കെ എന്താ വില? അതിന്റെ എത്ര മുടക്കണം എന്നറിയാം നീ പിന്നെ ഈ ഹെൽത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടി. കളയുന്നതിന് അത്രയും പ്രയാസമില്ല. തൊടാൻ കൊള്ളാത്തതുമായിട്ടുള്ള ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ അത് താമസ സ്വഭാവം ഉണ്ടാക്കും എന്നർത്ഥം. ആ താമസ സ്വഭാവത്തിന്റെ ലക്ഷണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. മടി, ക്ഷീണം, ഉറക്കം, അലസത. മനസ്സിൽ ഇതൊക്കെ അറിയാം, നല്ലതാണ്, സാധന ചെയ്യണം, സേവ ചെയ്യണം. പക്ഷെ നിങ്ങളുടെ ശരീരം അനുവദിക്കില്ല. ക്ലിയർ ആവുന്നുണ്ടോ? ഒന്നും ഒരു മൂഡ് ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? അപ്പോ യു ജസ്റ്റ് ചെക്ക് ദ ഗുണാസ്, ചെക്ക് യുവർ ഫുഡ് ഹാബിറ്റ്, ചെക്ക് യുവർ കമ്പനി. ഈ സ്വഭാവം എല്ലാം വന്നു കഴിഞ്ഞ് ഈ മൈൻഡ് ഭയങ്കര കണ്ടേജിയസ് ആണ്. അത് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ആ ഗുണമുള്ള ആൾക്കാരായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടാക്കി കളയാം. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഒരു ഭയങ്കര സ്വാത്വിക ഗുണമുള്ള ഒരാൾക്ക് ഒരിക്കലും തമോ ഗുണമുള്ള ഒരാളുടെ അടുത്ത് ഇരിക്കാൻ പറ്റില്ല. അത് ഗെറ്റിംഗ് മൈ പോയിന്റ്? അതുകൊണ്ട് വേറെ ആരും കംപ്ലൈന്റ് ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു സംഭവമാണിത്. സോ ഇനി നെക്സ്റ്റ് പറയുന്നൊക്കെ വളരെ രസമാണ് കേട്ടോ. ഈ സ്വാത്വിക ഭാവത്തിൽ അനുഷ്ഠിക്കേണ്ട തപ, ദാനം, യജ്ഞം, ഇതൊക്കെ ഭയങ്കര ആയിട്ട് ഭഗവാനോട് സംസാരിക്കുന്നു നെക്സ്റ്റ് ഓൺവേർഡ്സ്.
അഫലാകം ശിബിർയജ്ഞോ വിധിഷ്ഠോയ ഇജിത്യഹേ വ്യോമേ വേതി മന സമാധായ സ സ്വാത്തികം. യജ്ഞങ്ങളിൽ വെച്ച് ഫലങ്ങളുടെ ഉദ്ദേശമില്ലാതെയും ശ്രദ്ധമായി വളരെ സസൂക്ഷ്മമായും വേദവിധിപ്രകാരവും കർത്തവ്യബോധത്തോടുകൂടിയും അനുഷ്ഠിക്കപ്പെടണം യജ്ഞങ്ങൾ. ആ യജ്ഞങ്ങൾ ആണ് വളരെ സ്വാത്വികം. വളരെ വളരെ ഒരു രസമായിട്ടൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഈ യജ്ഞങ്ങളും അല്ലെങ്കിൽ ഈ വിധികളും പൂജകളും അല്ലെങ്കിൽ ഈ ദേവത ഓരോ സങ്കല്പങ്ങളോടൊക്കെ ഒരു ഭാവം, ഒരു ഭക്തി ഉണ്ടാവാനുള്ള ഒരു ട്രിക്ക്. സിംപിളി, ഈ അഗ്നി ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല, ശരിയല്ലേ? ഈ വെള്ളം കിട്ടുന്നില്ല എങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കില്ല. ഓക്സിജൻ, കാറ്റില്ല എങ്കിൽ നമുക്കിവിടെ ഒരിക്കലും എൻ്റർ ചെയ്യാൻ വേണ്ടി പോലും പറ്റുമായിരുന്നില്ല. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ്സ് ഓൾ കോൾ ദേവാസ്. അഗ്നിദേവൻ, വരുണദേവൻ, വായുദേവൻ. യെസ്. സോ വൈൽ ഡൂയിങ് ദ യജ്ഞാസ് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഒരു പൂജ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പ്രസാദിക്കും. അത് ആക്ച്വലി നമുക്ക് വേണ്ടിയിട്ടല്ല അവരോടുള്ള ഒരു മമതയും ഒരു പ്രിയവും ഭക്തിയും നമ്മൾ കാണിക്കുന്നത്. പിന്നെ എന്താ, അവര് കാരണമാണ്, അല്ലെ? ഒരു സട്ടിൽ ഗവേണിംഗ് ഉണ്ട് ഇവിടെ, അല്ലെങ്കിൽ ഒരു ശക്തിയുണ്ട്, ഒരു സൂക്ഷ്മ ശക്തി. അതിനെ നിങ്ങൾക്ക് കൃഷ്ണൻ, ഭഗവാൻ, ഗുരു, ദേവന്മാർ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പം അറ്റ്ലീസ്റ്റ് നമ്മളുടെ സ്വാർത്ഥ താല്പര്യത്തിനോ എനിക്ക് ഇന്ന് അത് വേണം അതുപോലെ പോണ് എല്ലാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെ നിലനിൽപ്പിന് കാരണമായിട്ടുള്ള ഒരു ശക്തി ഉണ്ട്. ആ ശക്തിയെ ഒന്ന് സ്മരിക്കുന്നത് പോലും ഒരു വലിയൊരു എന്താണ് യജ്ഞം എന്നാണ് ഭഗവാൻ ഇവിടെ സംസാരിക്കുന്നത്. സ്വാത്വികമായിട്ടുള്ള ഒരു യജ്ഞം. അത് നമ്മുടെ ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്വാത്വികമായിട്ടുള്ള ഒരു യജ്ഞം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാവത്തോടെ പ്രാർത്ഥന, ആ ഭാവത്തോടെ ക്ഷേത്ര ദർശനം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് സംസാരിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഒരു ഉദ്ദേശം വെക്കാതെ, അതായത് സ്വാർത്ഥ താല്പര്യം ലാഭമില്ലാതെ നിരുദ്ദേശപരമായി നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന ജപ, പൂജ, ക്ഷേത്ര ദർശനം, യജ്ഞാദി ദാനങ്ങൾ, ധർമ്മങ്ങൾ, ഇതെല്ലാം സ്വാത്വികമായിട്ടുള്ളതാണ്. അതിന്റെ ഫലം ഉണ്ടാവും. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല എന്നർത്ഥം. ക്ലിയർ? ഹലോ? ഇതെല്ലാം ഏതാണ്ട് ഒരു സ്വാത്വികമായിട്ടുള്ള ഒരു യജ്ഞത്തിൽ വരും. കാര്യം എന്താ, ഞാൻ ഇടയ്ക്ക് കോഴ്സ് പറയെങ്കിലും അതിപ്പോ ഞാൻ ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ലല്ലോ ഇവിടെ, ശരിയല്ലേ? നിങ്ങളുടെ സൗകര്യത്തിൽ നിങ്ങൾ ചെയ്യും, വരും, ഇരിക്കും, പോവും. ആരെയും ഒരു കറക്റ്റ്. അപ്പൊ ഇത് വെച്ചിട്ട് വേണ്ടല്ലോ ഇപ്പൊ നമുക്ക് ആർക്കും. അപ്പൊ നമ്മൾ ഇവിടെ വരുന്നതും, ശരിയല്ലേ, ഞാൻ ഇത് സംസാരിക്കുന്നത് ഒന്നും നമ്മുടെ ഒരു പേഴ്സണൽ ബെനിഫിറ്റിനല്ല, ഒരു സമഷ്ടി മനസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ഒരു യജ്ഞത്തിൽ ഭാഗമായിക്കൊണ്ടിരിക്കുവാണെന്ന് അർത്ഥം. അതായത് സ്വാർത്ഥ ലാഭത്തിനല്ല. സോ എനിവേ, ആ ഭാവത്തോടു കൂടി നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഫലേച്ഛ ഉണ്ടാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഭയങ്കര സമർത്ഥരാണ്, ഓ ഇങ്ങനെയാണ്, എന്നാ പിന്നെ അതുകൊണ്ട് ഇത് ചെയ്തേക്കാം എന്ന് പറയുമ്പോൾ പോലും നമ്മൾ എന്തോ ഒരു ഉദ്ദേശം വെക്കുവാണെന്ന് അർത്ഥം. സിംപിളി ഇതൊരു, അതാണ് ഈ സ്വധർമ്മം ശ്വസനം പോലെ. മനസ്സിലാവുന്നുണ്ട്? നമ്മളുടെ അത് അറിയാണ്ട് സംഭവിക്കുന്ന ഒന്നായി മാറണം എന്നർത്ഥം. കുറച്ച് എലാബറേറ്റ് ചെയ്യുന്നത് കൂടുതലാണെങ്കിൽ ഇതിന്റെ ആ ഒരു എസൻസ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. പിടികിട്ടുന്നുണ്ടല്ലോ? ഈ അധ്യായം ഇങ്ങനെയാണ്. എന്താ ചെയ്യുക? ഭഗവാൻ മുഴുവൻ സംസാരിക്കുന്ന ഇതുപോലത്തെ കാര്യങ്ങളാണ്. അഭിസന്ധായത്തു ഫലം ദംഭാർത്ഥമഭി ചൈവയർ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യജ്ഞങ്ങളെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാവും കേട്ടോ. എന്നോടൊന്നും തോന്നരുത്. യുജ്യതേ ഭരതശ്രേഷ്ഠ തയജ്ഞം വിധിം രാജസം. സോ നേരത്തെ പറഞ്ഞിരിക്കുന്നത് രാജസികമായിട്ടുള്ള ഒരു യജ്ഞം. ഇനി പറയാൻ വേണ്ടി പോകുന്നത് രാജസികമായിട്ടുള്ള ഒരു യജ്ഞം എങ്ങനെയുള്ളത് എന്നുള്ളതാണ്. വെരി സിമ്പിൾ. നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എന്റെ മക്കളെ, എന്റേത് എല്ലാത്തിനും മായി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്. അതിന് റോങ് സെൻസ് ഒന്നുമില്ല. ബട്ട് ഭാരത ശ്രേഷ്ഠ ദാറ്റ് യജ്ഞം ഈസ് കോൾഡ് രാജസിക യജ്ഞം. ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും പ്രയോജനത്തിന് വേണ്ടി, കണ്ടിട്ടില്ലേ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനാണ് പല പ്രാർത്ഥനയും പൂജയും കാര്യങ്ങളൊക്കെ. ഇനി അത് മാത്രമല്ല, ചില ആളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്കിത് ചെയ്തിട്ട് നാലാള് കാണണം, അല്ല നാലാള് കൊടുക്കുന്നത് കൊണ്ട് എനിക്കൊരു പേരും പെരുമയും പ്രശസ്തിയും എനിക്ക് ഉണ്ടാവും എന്നുള്ള സംഭവങ്ങൾ കാണിക്കുന്നതല്ല. ഗർവ് കാട്ടാനായോ? അതാണ് ഈ ഭഗവാൻ ഈശ്വരസ്യ അഭിമാന ദേശിത്വ ഭക്തിസൂത്രമൊക്കെ പറയും. ഈശ്വരൻ സഹിക്കാണ്ടതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സച്ച് ആക്ടിവിറ്റീസ് ആണ് ഈ എറഗൻസ്, ഈഗോ കാണിക്കുന്നതൊക്കെ. അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡിലൊന്നും. പക്ഷെ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഒരു രാജസിക യജ്ഞം വൺ സച്ച്.
അനുഷ്ഠിക്കുന്ന ഈ സച്ച് യജ്ഞം ഇപ്പോൾ രാജസിക യജ്ഞമാണ്, ഭാരതശ്രേഷ്ഠ എന്നാണ് ഭഗവാൻ ഇവിടെ സംസാരിക്കുന്നത്. സ്വർഗലബ്ധിക്കായോ ഇഹലോക സുഖങ്ങൾക്കായോ ഈ ചടങ്ങുകളൊക്കെ ആൾക്കാർ നടത്തും. സോ ഇതെല്ലാം രാജസികമായിട്ടുള്ള കർമ്മങ്ങൾ ആണെന്ന് നീ തിരിച്ചറിയുക. വിധിഹീന മനുസൃഷ്ടാനാം മന്ത്രഹീന മദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷത്തെ. വേദാർത്ഥ വിധികൾ അനുസരിക്കാതെയും പ്രസാദ വിതരണം, മന്ത്രോച്ചാരണം, ഇതൊക്കെ ശ്രദ്ധിച്ചു കേട്ടോ. പൂജാരിക്ക് ദക്ഷിണ ഒന്നും കൊടുക്കാതെ, ഒരു വിശ്വാസവും ഇല്ലാതെ, സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം കൃഷ്ണൻ ഇതൊക്കെ പറയുമ്പോഴാണ് നമുക്കൊക്കെ ഒരു ആശ്വാസം, അല്ലെ? ഈ യജ്ഞത്തിലൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നെങ്കിൽ അതെല്ലാം തമോ ഗുണമാണ്. അതായത് ചുമ്മാ വന്നിരുന്നിട്ട് സ്വന്തം ഇഷ്ടവും ശാന്തിക്കൊക്കെ വന്നിട്ട് എടുക്കുന്ന ആചാര്യൻ ഒരു ഗുരുദക്ഷിണൊക്കെ കൊടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഗതി പിടിക്കൂല എന്നാണ് ഭഗവാൻ പറഞ്ഞതിന്റെ വേറൊരു അർത്ഥം. ഗുരുദക്ഷിണയൊക്കെ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂജാരിക്ക് ദക്ഷിണ എന്നിവ കൊടുക്കാതെ ഒക്കെ വന്നിരുന്ന് കേൾക്കുന്നതെല്ലാം ഒരുതരം താമസിക യജ്ഞമാണെന്ന് അർത്ഥം കേട്ടാ. അതിന് നിങ്ങളിവിടെ ഹോമൊന്നും ചെയ്യുന്നില്ലല്ലോ സാറേ, പിന്നെ നമ്മളെന്തിനാ ദക്ഷിണ? ഭഗവാൻ കൃഷ്ണൻ പറയാൻ എനിക്ക് ഏറ്റവും പ്രിയമുള്ള ഒരു യജ്ഞം യജ്ഞമാണ്, അതുകൊണ്ട് ഇത് കഴിഞ്ഞു പോകുമ്പോൾ വല്ല ദക്ഷിണമൊക്കെ തന്നോ എന്ന് കരുതിയിട്ട് വേറെ രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. യു ഷുഡ് എൻറോൾ പീപ്പിൾ, ദാറ്റ്സ് വാട്ട് ദക്ഷിണ ഇൻ ദ സെൻസ് സ്കിൽഫുൾ വേ ഓഫ് എക്സ്പ്രസിങ് അവർ താങ്ക്സ്. അതാണ് ദക്ഷിണ ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ്, അതിന്റെ കറക്റ്റ് മലയാള അർത്ഥമാണ്. പിന്നെ കൃഷ്ണൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ ഞാൻ കുറച്ചെങ്കിലൊക്കെ പറയണ്ടേ, അതുകൊണ്ട് പറയാണ്. സ്കിൽഫുൾ വേ ഓഫ് എക്സ്പ്രസിങ് യുവർ താങ്ക്സ് ഇൻ ദ സെൻസ് എന്താണ്, ഇപ്പോ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അതിന്റെ ഭാഗമായി. ഓക്കെ, ഓഫർ സംവൺ, ഒരാളെ ഈ പാതയിലേക്ക് കൊണ്ടുവരും. അതിനു വേണ്ടിയിട്ടുള്ള മുടക്കലൊന്നും ഒരു വലിയൊരു കാശോ കാര്യങ്ങളോ ഒന്നുമല്ല. അതൊക്കെ റിയലി വർത്താണ്. അതെല്ലാം ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ കാരണം ഒരാൾ സന്തോഷമായിട്ട് ഇരിക്കട്ടെ, സുഖമായിട്ടിരിക്കട്ടെ, ശാന്തമായിട്ടിരിക്കട്ടെ, ഒക്കെ ചെയ്യോ? ശ്രദ്ധാത്ര വിഭാഗയോഗം കേട്ടത് കുഴപ്പമായി പോയല്ലോ. അപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാനൊരു ടോക്കിൽ കേട്ടതാണ്, ഈ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് ഈ പ്രസാദമൊക്കെ വാങ്ങുമ്പോൾ അത് ആ പൂജാരിക്ക് വേണ്ടിയിട്ടായിരിക്കില്ല, പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയൊരു ചില്ലറ കാശെങ്കിലും ആയിരിക്കാം ഒരു ദക്ഷിണ അവിടെ വെക്കുന്നത്. ആ ചന്ദനം തരുന്ന ഒരാളുടെ മനസ്സിലാവുന്നുണ്ടോ ഒരു അകത്തെ ഒരു പ്രസന്നതയും സന്തോഷവും? അത് നല്ലതാണത്. ആഹാരമൊക്കെ കഴിച്ചിട്ട് പോകുമ്പോ ആ വെച്ച ആ ഒരു, അല്ലേ, കഴുകി വൃത്തിയാക്കി പോകുന്ന ആ പയ്യന് വല്ലതൊക്കെ കൊടുക്കുക. ചെറിയതായിരിക്കാം, പക്ഷെ അതിനൊക്കെ വലിയ ഇമ്പാക്റ്റ് ആണ്. ചിലപ്പോ വലുതിന് ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കി തരാൻ വേണ്ടി സാധിക്കില്ല ഈ ചെറുത് ചെയ്യുമ്പോൾ. ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? ഡു സംതിങ്. എന്തെങ്കിലുമൊക്കെ ചെറിയ, ഇതൊക്കെ വളരെ, നമ്മളെല്ലാം വളരെ കണക്റ്റഡ് ആണ്. ഇതെല്ലാം ഒരു യജ്ഞമാണ്. ആ ഭക്ഷണം മുന്നിൽ എത്തിച്ചു തന്ന ആളാണ്, സെർവ് ചെയ്ത ആളാണ്. അപ്പൊ സന്തോഷമായി ഇത് ഇരിക്കട്ടെ എന്ന് വെച്ചാൽ ചിലയാൾ വാങ്ങില്ല, വാട്ട് എവർ വേസ്. അതെല്ലാം ഒരു നല്ലൊരു കാര്യമാണ്. എന്തോ ഇതൊക്കെ കണക്റ്റഡ് ആയപ്പോ പറയാൻ തോന്നി, അത്രേ ഉള്ളൂ. ഇനി ഭഗവാൻ വളരെ രസമായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ ശരീര തപസ്സും കാര്യങ്ങളൊക്കെ കുറിച്ചാണ്. ത്രീ ടൈപ്സ് ഓഫ് തപസ്സിനെ കുറിച്ചൊക്കെ പറയണം അദ്ദേഹം. ഭയങ്കര രസമാണ്. ദേവദ്വിജ് ഗുരു പ്രജ്ഞാം പൂജാനാം ശൗചമാർജവം ബ്രഹ്മചര്യം മഹിംസ ച ശരീരം തപ ഉച്ചത്തെ. ഓ സച്ച് ആൾക്കാര്, ഈ ബ്രാഹ്മണൻ, ആധ്യാത്മികമായിട്ടുള്ള ആചാര്യൻ, മാതാപിതാക്കൾ തുടങ്ങിയ ഈ സച്ച് ഉന്നതന്മാരായിട്ടുള്ള ഈ ആൾക്കാരെ നമ്മൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പരമാവധി നമ്മൾ വന്ദിക്കാൻ പറ്റില്ലെങ്കിൽ നിന്ദിക്കരുത്. അറ്റ്ലീസ്റ്റ് ഹിയർ ഭഗവാൻ പറയാണ് അവരെ ആരാധിക്കണം. ബിക്കോസ് ഞാൻ കൂടുതൽ പ്രൊഡോമിനന്റ് ആയിട്ട് ഇരിക്കുക അങ്ങനെയുള്ള ആൾക്കാരിലായിരിക്കും. അതുകൊണ്ട് ബഹുമാനങ്ങളൊക്കെ ആവാന്ന് അർത്ഥം. ദേഹശുദ്ധി, ലാളിത്യം, ബ്രഹ്മചര്യം, അഹിംസ എന്നിവയെ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ അതെല്ലാം ശാരീരികമായിട്ടുള്ള തപസ്സാണെന്ന് പറയും. അല്ലാണ്ട് തപസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ബ്യൂട്ടിഫുൾ വെർഷനാണ് ഇവിടെ ഭഗവാൻ സംസാരിച്ചത്. ശാരീരികമായിട്ടുള്ള ഒരു തപസ്. മറ്റുള്ളവർക്ക് ഉള്ള ഒരു ഉപദ്രവം, പ്രയാസം, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. നന്മ വരണം എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടാവുക. അല്ലെങ്കിൽ ആരെങ്കിലും നന്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് ഏതൊക്കെ വിധത്തിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതൊക്കെ ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾ റിലേറ്റഡ് ടു കാര്യം. ഈ തപസ് ചെയ്യുമ്പോഴാണ് എന്താ സാറേ ചെയ്ത ഭഗവാന്റെ പ്രസന്നത ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. ഇതൊക്കെയാണ് അതിന്റെ ഗുണം. സോ ഡു സച്ച് തപസ്. ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്യണം കേട്ടാ. ഡു ദിസ്. കൃഷ്ണൻ ഇത് കുറച്ച് മുമ്പേ പറയാമായിരുന്നു. എന്നാൽ നിങ്ങളൊക്കെ കാലാക്കാൻ സേവയൊക്കെ അങ്ങ് ചെയ്താന്. 17 അധ്യായം വളരെ ലേറ്റ് ആയി പോയി തുറക്കാനല്ലേ. സാരമില്ല.
അനുദ്യോഗകരം വാക്യം, ഇത് വാക്കിലുള്ള തപസ്സാണ് കേട്ടോ ഇനി സംസാരിക്കുന്നത്, സംതിങ് വെരി സ്പെഷ്യൽ. അനുദ്യോഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായ അഭ്യാസനം ചൈവ വാഗ്മയം തപ ഉച്യത്തെ. ഈ സുഭാഷിതം, വാണീതപം, ഇതൊക്കെ ഈ ഭാഗത്താണ് ഇത് വന്നിരിക്കുന്നത്. മിതഭാഷി, ഹിതഭാഷി, മിത ആഹാർ, മിത വ്യവഹാർ, ഇതെല്ലാം വളരെ രസമായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്രിയ സത്യം, സത്യമായിരിക്കാം. ചില ആൾക്കാർ പറയും ഞാൻ പറഞ്ഞ എന്താ സത്യമല്ലേ, ഭഗവാൻ പറയാണ് ആ സത്യം അപ്രിയമാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ വേണം അവതരിപ്പിക്കാൻ. ഞാൻ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ പഠിക്കണം. നമുക്കറിയില്ല നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നമുക്ക് ഏത് രീതിയിൽ ആൾക്കാരോട് ഇടപഴകണം, എല്ലാം ഞാൻ ഇത് കറക്റ്റ് ആണ് അതുകൊണ്ട് ഇങ്ങനെയേ ഉള്ളൂ. സ്റ്റബേൺ ആണ് ആൾക്കാർ. അതൊരിക്കലും ഒരു സ്വാത്വികമായിട്ടുള്ള ഒരു വഴിയല്ല എന്നാണ് ഭഗവാൻ ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേയിൽ കാണാനും കണക്ട് ചെയ്യാനും ഇന്ററാക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യാനാണ് ശ്രീ രവിശങ്കർജി VTP ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടാ. വാക്കുകൊണ്ട് ഭഗവാൻ പറയാൻ ഒരിക്കലും ഒരാളെ വ്യാകുലപ്പെടുത്തരുത്, ദുഃഖിപ്പിക്കരുത്. വാക്കാണല്ലേ, വാക്കുകൾ കൊണ്ടല്ലേ നമ്മളെ ശബ്ദങ്ങൾ കണ്ണടച്ചിരുന്നു കഴിഞ്ഞാലും കിടന്നു കഴിഞ്ഞാൽ അവരെന്നെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഉണ്ടായി, അത് ഓർത്തിട്ടല്ലേ ഇങ്ങനെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തപസ്സില് വാക്കുകൊണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാകുലപ്പെടുത്താതെ വാക്കുകൾ കൊണ്ട്, പ്രിയം സംസാരിച്ചുകൊണ്ട്, മനസ്സിലാവും, ശാന്തി ആനന്ദം ഇതൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെ എനിക്ക് വലിയ പ്രിയമുള്ള ആൾക്കാരാണ്, അവരൊക്കെ എന്റെ കാര്യം ചെയ്യുവാണെന്നൊക്കെയാണ് ഈശ്വരൻ ഉദ്ദേശിക്കുന്നത്. സത്യവും പ്രയോജനകരവും കേൾക്കുന്നവർക്ക് ആ രീതിയിൽ സംസാരവും, ഉദ്യോഗം, അതായത് ഇങ്ങനെ ചില ആങ്സൈറ്റി, ഫിയർ, ഇൻസെക്യൂരിറ്റി, ഇതെല്ലാം വാക്കുകളിലൂടെ ഇല്ലേ, ഇറ്റ്സ് ഓൾ ഫയർ, റെസ്റ്റ്ലെസ്നെസ്, ഹാർട്ട് ബീറ്റ്സ്, ഇതൊക്കെ ഉണ്ടാക്കും ആൾക്കാർ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവര് നോട്ട് അറ്റ് ഓൾ ഗുഡ്. സോ വാക്കിലെ തപസ് അനുഷ്ഠിക്കണം. കുറച്ച് ശ്രദ്ധിക്കണം നിങ്ങൾ ഈ സംസാരങ്ങളൊക്കെ. ഗുരു പറയും വേർഡ്സ് ആർ ലൈക്ക് പേൾസ്, വാക്കുകളൊക്കെ ഈ മുത്തുകളെ പോലെയാണ്. ഡോണ്ട് ത്രോ ഇറ്റ് ഫോർ, മനസ്സിലാവുന്നുണ്ടോ, ഈ ട്രൈബൽ തിങ്സ്, ലൈക്ക് വെറുതെ ഇങ്ങനെ എറിഞ്ഞു കളിക്കരുത്. ഒരു ചെറിയ സാധാരണ വളരെ മിതമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ വാക്കുകൾക്ക് ഭയങ്കര ശക്തി ഉണ്ടാവും. ഡു തപസ്, വാങ്മയ തപസ്, വാണി തപം, സുഭാഷിതം എന്നൊക്കെ പറയാറ്, മെല്ലെ മെല്ലെ. മനപ്രസാദ സൗമ്യത്വം വളരെ രസമാണ് കേട്ടോ. ഇനി അതൊന്നും അല്ല പിന്നെ ഞങ്ങൾ എങ്ങനെ ഇരിക്കണം ചോദിക്കുമ്പോൾ ഭഗവാൻ പറയാണ് മനപ്രസാദ സൗമ്യത്വം മൗനാത്മ വിനിഗ്രഹ ഭാവസംശുദ്ധീരത്തെ തപോ മാനസം ഉച്യത്തെ. സംതൃപ്തി, സൗമ്യത, മൗനം, ഇതാ വന്നു, മൗനം, ആത്മസംയമനം, സ്വഭാവശുദ്ധി എന്നിവയൊക്കെ മാനസികമായിട്ടുള്ള തപസ്സിൽ പെടുവാണ്. അപ്പൊ എന്തൊക്കെ വന്നു? ശാരീരികമായിട്ടുള്ള ശുദ്ധി, അത് ശാരീരിക തപസ്. ഇത് വാക്ശുദ്ധി ഞാൻ സംസാരിച്ചു, ഞാൻ മനസ്സിൽ ഈ മനഃശുദ്ധി, ഇതൊക്കെ വരുമ്പോ ഇവിടെ ഭഗവാൻ പറയാണ് ഇന്ദ്രിയങ്ങളാണ് വെളിയിലേക്ക് പോയിട്ട് അത് ഫുൾഫിൽ ചെയ്യുമ്പോൾ തൃപ്തി ഉണ്ടാവും എന്ന് കരുതും. നേരെ തിരിച്ച് അതിലൂടെയല്ല തൃപ്തി, കുറച്ച് മൗനം, പ്രസന്നത, ശാന്തി, ഇതൊക്കെ എന്റെ അകത്താണ്. അതാണ് അന്തർമുഖി സദാസുഖി. കുറച്ച് അതിനെ വിഡ്രോ ചെയ്ത് നമ്മുടെ അകത്തേക്ക് നമുക്ക് വരാൻ സാധിക്കുമെങ്കിൽ then you will be so happy. അവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഗുണങ്ങളൊക്കെ. മനപ്രസാദ സൗമ്യത്വം, മൗനാത്മ വിനിഗ്രഹ, സംതൃപ്തിയും, ഇതല്ലല്ലേ ആഗ്രഹം? ഹലോ അല്ല, ഞാൻ ചോദിച്ചു പോകുന്നതിലൂടെ ഇതൊന്നും അറിയട്ടെ, നിങ്ങൾക്ക് കണക്കെടുപ്പ് എടുക്കട്ടെ. സൗമ്യമായി, സംതൃപ്തമായി, ശാന്തമായി, ഇങ്ങനെയൊക്കെ ഉണ്ടോ? നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പറയുന്നുണ്ടോ വളരെ പ്രസന്നത, ശാന്തി, എന്തൊരു സുഖമാണ്, നിങ്ങളെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. എവിടെ പോയി 2 ദിവസം ഭയങ്കര മിസ്സായി, നിങ്ങൾ ഇല്ലാണ്ട് ഭയങ്കര ബോറായി, ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ആരെങ്കിലും ഒക്കെ പറയാറുണ്ടോ? പറയാറുണ്ട് സാറ്. നേരെ തിരിച്ചാണെന്നേ ഉള്ളൂ. എന്താണ്, ഒന്ന് പോയി തരുമോ, നീ ഇല്ലെങ്കിൽ എന്തൊരു സുഖം, സന്തോഷം. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഈ ഗീതയിൽ ഈ 2-3 ഈ വാക്ശുദ്ധി, ഈ ശരീരശുദ്ധി, അല്ലെങ്കിൽ മനഃശുദ്ധിയിലൊക്കെ നിന്ന് നോക്ക്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്, നല്ല വൃത്തിയിലും ആൻഡ് മൗനം എന്ന് വെച്ചാൽ ആവശ്യത്തിന്. നിങ്ങളുടെ വീട്ടുകാരും ആൾക്കാരൊക്കെ പറയും എന്ത് പറ്റി നിനക്ക്, ക്ലിയർ ആവുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂ കൂടും, വാക്കുകൾക്ക് ശക്തി വരും, ബ്ലസ് ചെയ്യാൻ പറ്റും, പറഞ്ഞ കാര്യങ്ങൾ നടക്കും, കുറച്ചുകൂടി നിങ്ങൾക്കൊരു പവർ ഫീൽ ചെയ്യും, നിങ്ങളിൽ തന്നെ ഒരു എസ്റ്റീം, സെൽഫ് എസ്റ്റീം വരാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ഭയങ്കര സാന്നിധ്യമൊക്കെ ഗംഭീരാവും. തത് സന്നിധവും വൈരത്യാഗായ യോഗസൂത്ര സേസ് ദാറ്റ് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ ശാന്തി ഉണ്ടാവും. ഇനി എവിടെയെങ്കിലും അസ്വസ്ഥതയും അശാന്തിയും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസിൽ, അതൊക്കെ കൊണ്ടാണ് ഗുരുദേവ് നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് വിടുന്നത് കോഴ്സിനൊക്കെ ആയിട്ട്. എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയും പ്രയാസവും അപകടവും പലതും, ഞാൻ കൂടുതൽ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല നിങ്ങളെ,
പിന്നെ മുഴുവൻ എന്നെ വിളിയായിരിക്കും കോഴ്സിന്. ഇപ്പൊ തന്നെ എനിക്ക് ഓടി എത്താൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാലെങ്കിൽ കോഴ്സൊക്കെ വെക്കുമെങ്കിൽ വെക്ക്, അല്ലേ? ഒരു ഗുരുജിയുടെ ഒക്കെ ഒരു പ്രതിപുരുഷനൊക്കെ ആയിട്ടാണല്ലോ നമ്മളൊക്കെ വരുന്നത് നിങ്ങളുടെ ഒക്കെ അടുത്തേക്ക്. അല്ലാതെ നമുക്കെന്താ? അങ്ങനെയൊക്കെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളാണ് അതിലൂടെ ഭവിക്കുന്നത്. അതൊക്കെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് പരമാവധി ഉപയോഗപ്പെടുത്തു സച്ച് ചാൻസും കാര്യങ്ങളൊക്കെ. സോ ഹിയർ ഭഗവാൻ സേസ് അന്യർക്ക് നന്മ ചെയ്യേണ്ടതിനെ പറ്റി എപ്പോഴും ചിന്തിക്കാൻ മനസ്സിനെ നമ്മൾ പ്രേരിപ്പിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മകള്, അവരുടെ പഠിപ്പ്, ആ കുട്ടി അപ്പുറത്ത്, അത് ആ സംഭവം ഈ സംഭവം അതിലേക്ക് പഠിപ്പിച്ചു പോയി നിങ്ങളുടെ മൈൻഡിന്. സോ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഈ അവബോധത്തിന് ഒരിക്കലും മൈൻഡിനെ വ്യതിചലിക്കാൻ വേണ്ടി വിടരുത്. അതുകൊണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യാനും പറയാനും ഒക്കെ പറഞ്ഞിരിക്കുന്നത് അറിയാണ്ട് നിങ്ങൾ കണക്റ്റഡ് ആവുകയാണ് എന്നർത്ഥം. ഇസ് ദാറ്റ് ക്ലിയർ? ശ്രദ്ധയാ പരയാ തപ്തം തപസ്ത ത്രിവിധം നൈവ്യം കാക്ഷിഭിർയുക്തൈ സ്വാത്വികം പരിചക്ഷത്തെ. സോ ഭാരതശ്രേഷ്ഠ, ഈ 3 വിധം തപസ്സും ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അദ്ദേഹം സംസാരിക്കുന്നത് യുദ്ധക്കളത്തിൽ നിന്നാണ് കേട്ടോ. നീ ഒന്ന് രാജസികമൊക്കെ ഒഴിവാക്കി സ്വാത്വികമായ ആഹാരങ്ങളൊക്കെ കഴിക്കും എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇത് ഭയങ്കര താല്പര്യമുണ്ട്. ഒരു യുദ്ധം ചെയ്തിട്ട് അതിന്റെ ഇടയിൽ അദ്ദേഹത്തിന് വേണ്ടി മാത്രം ദുര്യോധന അവിടെ വാളുവേന്തി നിൽക്കുമ്പോ നീയേ ഈ വെജിറ്റേറിയൻ ആഹാരങ്ങളൊക്കെ കഴിക്കണം എന്ന് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന, അപ്പൊ തന്നെ ഇതൊക്കെ വ്യാസൻ എഴുതിയിരിക്കുന്നത് തന്നെ ഒരു കാര്യം വ്യക്തമല്ലേ? ഇത് കാലാകാലങ്ങളായിട്ടുള്ള മനുഷ്യർക്കും ഈ പാതയിൽ വന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും ഭഗവത്ഗീത ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തത് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ഇവിടെ എഴുന്നേറ്റ് പോകുമ്പോൾ അതോടെ നിൽക്കും. ഇത് എനിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയാലും നിങ്ങളിലത് നിൽക്കും. ഇസ് ദാറ്റ് ക്ലിയർ ടു യു? അങ്ങനെ കേൾക്കണം. അങ്ങനെ കേട്ടാൽ ഇത് നിങ്ങളിൽ അവിടെ പിടിക്കാൻ വേണ്ടി തോന്നും, പ്രാക്ടിക്കൽ ആവാൻ വേണ്ടി തുടങ്ങും. ഇറ്റ് ഈസ് എവറി ശ്ലോക ഇസ് സോ പ്രാക്ടിക്കൽ. സോ ഈ 3 വിധം തപസ്സും ആധ്യാത്മിക വിശ്വാസത്തോടും വേറെ ഒരു ഫലേച്ഛ ഭൗതിക നേട്ടങ്ങൾക്കൊന്നും അല്ലാണ്ടും മറ്റുള്ളവർക്കൊരു നന്മയും കാര്യങ്ങളൊക്കെ ചെയ്യാനും, ഇത് പരമപുരുഷൻ അതായത് ആ ഭഗവാന് വേണ്ടി മാത്രം എന്നുള്ളൊരു ഭാവത്തിലൊക്കെ നമ്മൾ അനുഷ്ഠിച്ചു പോന്നാൽ ഐ ടെൽ യു, അതിനെ ഞാൻ സ്വാത്വികം എന്ന് വിളിക്കാം. സത്കാരമന പൂജാർത്ഥം തപോ ദമ്പനെ ചൈവയത് ക്രിയത്തെ ദദിഹ പ്രോക്തം രാജസം ചലം ധ്രുവം. ഭഗവാൻ പല രീതിയിൽ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബഹുമതിയും ആരാധനയും നേടാൻ അഹങ്കാരം കൊണ്ടോ ചെയ്യപ്പെടുന്ന ഈ തപസ്സൊക്കെ രാജസികമാണ്, ക്ഷണികവും അനിശ്ചിതവുമാണ്. കണ്ടില്ല, പലപ്പോഴും പലരും എന്റെ കയ്യിൽ ഭയങ്കര അതൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്കിത് പറഞ്ഞു കൊടുക്കണം, അറിയിക്കണം, ആളെ കൂട്ടണം, ഐ ആം ഡൂയിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു രീതിയിലൊക്കെ ചെയ്യുന്നതെല്ലാം രാജസികമായിട്ടുള്ള രീതിയിലേക്ക് വരുന്ന തപസ്സാണെന്നൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത്. മൂഢഗ്രഹാണോ ആത്മാനോ യത്പീഡയോ ക്രിയത്തെ തപ പരസ്യോത്സാദനാർത്ഥം വാ തദാത്മസമുദാഹൃതം തത്മാസ്മൃതം. ഭയങ്കര ഇതാണ്. ഹിരണ്യകശിപു പോലും ഭഗവാനിൽ വധിക്കുന്നത് ഒരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി കഠിന വ്രതത്തിൽ ഏർപ്പെട്ടിട്ട് കാര്യം നേടിയെടുത്തിട്ട് അത് പ്രയാസം ഇല്ലേ? ഇവരൊക്കെ എങ്ങനെയാണ് ഒരിക്കലും ഈ രീതിയിലൊക്കെ തപമൊക്കെ ചെയ്തിട്ട് പലതും നേടിയെടുത്തിട്ട് തന്നെ ആകാശത്തും ഭൂമിയിൽ നിന്നും വധിക്കരുത്, ദേവനും അസുരനും വധിക്കരുത്, പിന്നെ എന്തൊക്കെയാണ് ഇവർ വെച്ച ഡിമാൻഡ് ചെയ്യും വരം കിട്ടുമ്പോ. ഇവിടെ ഒരു ഭാവാർത്ഥം ഉണ്ട്. അത് ഞാൻ വലിയ സംസ്കൃത പണ്ഡിതനും സംഭവമൊന്നും അല്ല കേട്ടോ. ഞാനും ഈ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാം അറിഞ്ഞിട്ട് വാ ഇരിക്കും ഞാൻ ഇത് പറഞ്ഞുതരാം. നോ, ഞാനും നിങ്ങളെ പോലെ ഒരു സീക്കറാണ്. വേറെ എന്തൊക്കെയാ ഹിരണ്യാക്ഷൻ ഈ മരണത്തിൽ ഭഗവാന്റെ അടുത്ത്, ഐ മീൻ വിഷ്ണുവിന്റെ അടുത്ത് ആവശ്യപ്പെട്ടത്? സ്ത്രീയും പുരുഷനാലും വധിക്കരുത്, നരനും ദേവനാലും വധിക്കരുത്, സന്ധ്യക്കും പകലും രാത്രിയും പകലും വധിക്കരുത്, ഭൂമിയിലും ആകാശത്തും വധിക്കരുത്, ബാലനും വൃദ്ധനും, അങ്ങനെ പല രീതിയിൽ ഒരു കാര്യം. അതായത് അമരത്വം വേണമെന്ന് ചോദിച്ചപ്പോഴാണ് പറ്റൂല എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി രാവും പകലും പല രീതിയിലുള്ള മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ട് ഒരിക്കപ്പോലും ആലോചിച്ചിട്ടില്ല അല്ലേ ഇങ്ങനെ ഒരു നരസിംഹമൂർത്തി മുമ്പിൽ വരുന്നു അല്ലെ? രാത്രിയും അല്ല പകലും അല്ല ത്രിസന്ധ്യ, ഭൂമിയിലല്ലോ ആകാശത്തിലും അല്ല തൃപ്പടിമയല്ല, നരനും അല്ല ദേവനും അല്ല, പിന്നെ ഇതിനെന്താ പറയാ, നരസിംഹം, ബാലനും അല്ല വൃദ്ധനും അല്ല, അമാനുഷികൻ. ഐ മീൻ ഈ പറഞ്ഞിരിക്കുന്നതിന്റെ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫോമിൽ ഭഗവാൻ വരുമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് പോലും ഇല്ല.
ഇതുപോലെ ആയിരിക്കും താമസികമായിട്ടുള്ള രാജസികമായിട്ടുള്ള ഫലങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്ര ബുദ്ധി ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്ന് അനുഗ്രഹിക്കുന്ന ഈശ്വരന് എത്ര ബുദ്ധി ഉണ്ടാവും. ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? അപ്പോ ഭഗവാൻ അങ്ങേക്ക് അറിയാം എന്താണോ ആവശ്യം, അതുകൊണ്ട് ഞാനിതാ സമൂഹ നന്മക്കും അല്ലെങ്കിൽ എന്നിലൂടെ നല്ലതൊക്കെ നടക്കട്ടെ ആ ഭാവത്തിൽ ചെയ്യുന്നതാണ് ഗുണവും ഗതിയും ഒക്കെ ഉണ്ടാവുക എന്നുള്ളതൊക്കെ അതിന്റെ താല്പര്യം. മൂഢബുദ്ധി മൂലം സ്വയം പീഡനം അനുഭവിച്ച അന്യരെ പരിക്കേൽപ്പിക്കും അങ്ങനെയുള്ള ആൾക്കാർ, അവരെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടൊക്കെ തപസ്സും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതെല്ലാം ഇന്നലെ പറഞ്ഞതിന്റെ തമോ ഗുണത്തിനോട് റിലേറ്റ് ചെയ്തിട്ട് സംസാരിക്കുവാണ്. അപ്പൊ ഈ ഹിരണ്യ കശുപുവിന്റെ ആ കഥയൊക്കെ ഒന്ന് ആലോചിച്ചാൽ നല്ലതാണ്. ഈ രീതിയിലൊക്കെ നമ്മൾ പല രീതിയിൽ ഭഗവാനെ മോഡുലേറ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുമ്പോ അതിന് നിങ്ങൾ പോലും ആലോചിക്കാത്ത വേറൊരു അർത്ഥം കൂടി ഉണ്ടാവാം. കണ്ടിട്ടില്ലേ ആൾക്കാർ ചിലപ്പോ ഇങ്ങനെ ഭയങ്കരം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ കുട്ടികൾ ഉണ്ടാവാം. ചിലപ്പോ ആ ജന്മത്തിൽ അവർക്ക് ചിലപ്പോ കുട്ടികൾ ഉണ്ടാവും പിറക്കും. ഞാൻ ഈ ചിത്രയുടെ ഒക്കെ സിനിമ നടി ചിത്രയൊക്കെ ഇല്ല, കുട്ടിയോ കറക്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടി ആയിരുന്നില്ല. പിന്നെ ആ കുട്ടി സ്വിമ്മിംഗ് പൂളിലൊക്കെ വീണ് മരണപ്പെടുകയൊക്കെ ചെയ്തു. അവർക്ക് ദുഃഖം താങ്ങാൻ സഹിച്ചില്ല. അവർ എന്നിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഇതിലും നല്ലത് എനിക്ക് ഇല്ലാത്തതായിരുന്നു. ഞാൻ അത്രയും കൃഷ്ണനെ ഭയങ്കര പ്രിയമാണ് അവർക്ക്. പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എനിക്ക് ഭഗവാൻ കുട്ടിയെ തന്നു. പക്ഷെ ഇപ്പോഴായിരുന്നു ഇത്രയും കാലം എന്തിനായിരുന്നു ഭഗവാൻ വൈകിപ്പിച്ചത് എന്നുള്ളൊരു താല്പര്യം എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ എന്റെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ ഞാൻ കെട്ടിയിടുകയാണ് ചെയ്തത്. ഐ മീൻ, അതുകൊണ്ട് എന്ത് നിങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റുന്നില്ല? ഇങ്ങനെ ഒരു ആചാര യജ്ഞ പൂജ ദാനം തപമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല? ഓ ഭഗവാൻ, യു നോ വാട്ട് ഇസ് ഗുഡ് ഫോർ മീ, ദാറ്റ് ഇസ് ദ ബെസ്റ്റ് പ്രേയർ. അപ്പൊ എന്താണോ നല്ലത് അത് നിങ്ങൾക്ക് വരും, എന്താണോ മോശം അത് അദ്ദേഹം വരാതിരിക്കും ചെയ്യും. നിങ്ങൾക്ക് എന്തേ ആ ഒരു അഡോറിങ് ഭഗവാന്റെ മേലെ ഇല്ലാത്തത്? അവനാണ് ഭക്തൻ, അവനാണ് സ്വാത്വികൻ, അവനാണ് വിശ്വാസി. അല്ലാണ്ട് ഒരു ഉടമ്പടി വെച്ച് ഇന്നത് വേണം അതിനുവേണ്ടി ഇന്നുള്ള പ്രാർത്ഥന, ഓക്കെ ഓരോ സ്റ്റേജിൽ ഇതൊക്കെ ആവാം. പക്ഷെ ഇത്രയും കാലങ്ങളായി ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഇനിയും നിങ്ങൾ ഇതൊക്കെ വെച്ച് പോകുന്നുണ്ടെങ്കിൽ അത് അത്ര ഗീതയിലെ ഈ ഒരു അധ്യായവും ഭഗവാനും ഇത് ഫൈനൽ കൺക്ലൂഡിംഗ് ഒക്കെ ആയതുകൊണ്ട് പറയാണ് കേട്ടോ, ഈസ് നോട്ട് അപ്പീലിംഗ്. ദാതാവ്യം ഇതി യഥാനം ദീയത്തെ അനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തഥാനം സ്വാത്വികം സ്മൃതം. കർത്തവ്യം എന്ന ബോധത്തോടെയും പ്രതിഫലേച്ഛ കൂടാതെയും ഉചിതമായ സ്ഥലത്ത് വെച്ച് വേണ്ടുന്ന കാലത്ത് അർഹിക്കുന്ന വ്യക്തിക്ക് നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നതെല്ലാം സ്വാത്വികമാണ്. അതുകൊണ്ടൊരു ഭഗവാന്റെ പേരിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു ഇതെല്ലാം അതാണ് നമുക്ക് ഈ ജന്മത്തിലെ ആർജിത കർമ്മങ്ങളും അല്ലെങ്കിൽ ഈ പാപങ്ങളും ഒക്കെ പോവാൻ ഒരുപാട് പുണ്യം വേണം. ഈ പുണ്യം ഇല്ലാണ്ട് ഈ സംസാര സാഗരം കടക്കാൻ സാധിക്കില്ല. വളരെ നോയിങ്ലി അൺനോയിങ്ലി നമ്മൾ ഈ ഭജിക്കുന്ന പൂജ, യജ്ഞം, ദാനം, തപം എല്ലാം സ്വാത്വികവും താമസികവും രാജസികവും താമസികവുമായി പോവാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഇതൊക്കെ നല്ലത് തന്നെ, എനിക്കിതിൽ രുചിയും ഇതൊക്കെ വന്നിട്ട് നീ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതെല്ലാം നീ അറിയാണ്ട് നിന്നെ ബന്ധിച്ചുകൊണ്ടിരിക്കുവാണ്. മുക്തമാവണമെങ്കിൽ ഹി സേസ് ദിസ് വേർഡ്, ദാതാവ്യമിതി യഥാനം ദീയത്തെ അനുപകാരണേ ദേശേ കാലേ ച പാത്രേ. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മള് വിവേകപൂർവം അല്ലാതെ നമ്മൾ ചെയ്യുന്ന ദാനങ്ങളൊന്നും അനുകൂലിക്കപ്പെടുന്നതല്ല ഭഗവാൻ. ദാനം ചെയ്യുമ്പോൾ ഒരിക്കലും അതിന്റെ പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കാതെ ഒക്കെ ചെയ്യണം. ഈവൻ ദരിദ്രനായിട്ടുള്ള ഒരാൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അയാൾ അതിന് ആപ്റ്റ് അല്ലെങ്കിൽ ചെയ്യരുത് എന്നൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. കൂടുതൽ ഞാൻ പറയുന്നില്ല കേട്ടോ, പിന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ദാന സേവാ ഭാവമൊക്കെ പോയി കഴിഞ്ഞാൽ കുഴപ്പമായി പോണ്ട. അതുകൊണ്ട് കുറച്ചൊക്കെ ഇതൊക്കെ വെച്ചുകൊണ്ട് ചെയ്യണം. പക്ഷെ ടോട്ടലി ഒരു മഹാഗുരു ഈ കാലഘട്ടത്തിന്റെ സൗഭാഗ്യമായിട്ട് വന്നിട്ട് അസോസിയേറ്റ് ചെയ്യാനും വല്ലതും ചെയ്യാനൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് സ്വാത്വികമായിട്ട് ഇല്ലേ, നാലാൾക്ക് ഈ ജ്ഞാനം കിട്ടുമ്പോഴും ക്രിയ കിട്ടുമ്പോഴൊക്കെ അതിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു മാറ്റവും ഗുണമൊന്നും ചിലപ്പോ ആ വ്യക്തി അന്ന് രാത്രി എന്തെങ്കിലും ഒരു പ്രയാസം, എത്ര മൊമെന്റ് വേണം മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്ന് പ്രയാസമൊക്കെ ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഒരു അപകടം, പ്രശ്നങ്ങൾ. അപ്പൊ ഒരു കോഴ്സ് നടക്കുന്നത്, കോഴ്സിലേക്ക് ആൾക്കാർ വരുന്നത്, ഇതെല്ലാം നമ്മളെ ഒരു ഡിവൈൻ പവർ നമ്മളെ ഗൈഡ് ചെയ്യുവാണ്. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയണം. അവൈലബിൾ ആവുക ഈശ്വരന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. യെസ്, നോ. സോ ഹിയർ ഭഗവാൻ സേസ് ദാതവ്യം, കർത്തവ്യം ആൻഡ് പ്രാപ്തവ്യം, ഇങ്ങനെ 3 കാര്യങ്ങളെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ആ കേൾവിയിലൂടെ നമുക്ക് ഇന്ന് കൺക്ലൂഡ് ചെയ്യാം. ദാതവ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കൊടുക്കപ്പെടേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ? കൊടുക്കപ്പെടേണ്ടത് നമ്മൾ ആൾക്കാർക്ക്. യു ഷുഡ് ഓഫർ തിങ്സ്. നിങ്ങൾക്ക് വളരെ രസമായിട്ടുള്ള ഒരു സേവയുടെ ഒരു വെർഷൻ ഇതാണ്: ഐ ആം സോ താങ്ക്ഫുൾ ടു യു.
കിട്ടിയ ഒരാളല്ല താങ്ക് യു പറയുന്നത്. പിന്നെ ആരാണ്? ഭയങ്കര രസമാണ് കേട്ടോ ഒരു സേവയുടെ ഒരു വേറൊരു വെർഷൻ. കൊടുത്ത ആളാണ് ഈ താങ്ക് യു പറയുന്നത്. എന്താ കാര്യം? ബിക്കോസ് ഓഫ് യു ഐ ഗോട്ട് എ ചാൻസ് ടു സെർവ്. അതാണ് ഗുരുജി ഇതിനെ രസമായിട്ട് സേവയെ കുറിച്ച് പറയുന്നത്. ബി ഗ്രേറ്റ്ഫുൾ, ബി താങ്ക്ഫുൾ ഫോർ ദാറ്റ് യു ഗോട്ട് എ ചാൻസ് ടു സെർവ്. ഐ എം സോ ഹാപ്പി, ഐ എം സോ താങ്ക്ഫുൾ ദാറ്റ് ഐ ഗോട്ട് എ ചാൻസ്. നിന്റെ ഫോമിൽ എനിക്കൊരു അവസരം വന്നിരിക്കുവാണ് ഒരു സേവ ചെയ്യാൻ. അതുകൊണ്ട് ഒരു കാരണവശാലും സേവ ചെയ്യാൻ ഒരു ചാൻസ് ഇല്ല എന്ന് പറയരുത് കേട്ടോ. ഫോൺ എടുക്കുക, ഒന്ന് വെളിയിൽ ഇറങ്ങുക, ഈ പേരൊക്കെ നാളോട് പറയാ, ഈ ക്രിയയുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക, സന്തോഷമാണോ എന്ന് ആൾക്കാരോട് ചോദിക്കുക. ദാതവ്യം ഇതൊക്കെ കൊടുക്കുക ആൾക്കാർക്ക്. അല്ലാണ്ട് ശരിയല്ലേ? ഞാൻ പലരെയും കണ്ടിട്ട് അവരൊക്കെ ഈ സേവയൊക്കെ ചെയ്ത് ഞാൻ വേണ്ട സാർ ഞാൻ ചെയ്തോളാം എന്നൊക്കെ നമ്മളെ ഈ ആശ്രമത്തിലും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അവർ പറയും നോ 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 ഐ എം സോ ഹാപ്പി. വൈ? സോ ഹാപ്പി ദാറ്റ് ലെറ്റ് മീ ഗിവ് ദാറ്റ് പ്രിവിലേജ് ടു സെർവ് യു. എനിക്ക് ആ ഒരു വിശേഷ അധികാരം തരൂ നിങ്ങളെ സേവ ചെയ്യാൻ, സെർവ് ചെയ്യാൻ. ദാറ്റ്സ് വാട്ട് ദ റിയൽ ദാതവ്യം. കാര്യം അത് ചെയ്യുമ്പോഴാണ് ഒരു അദ്ദേഹത്തിന്റെ ശിഷ്യന് പുണ്യം ഉണ്ടായിട്ട് ആ ഗുരുവിനെ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ആ മനസ്സ് എഗെയിൻ കർമ്മങ്ങളും ബന്ധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവൻ വീണ്ടും ഗുരുവിൽ നിന്ന് അകലും. എന്ത് ബ്യൂട്ടിഫുൾ വേ ഓഫ് സർവീസ്. എത്ര രസമായിട്ടാണ് ഭഗവാൻ ഗീതയിൽ ഇത് അവതരിപ്പിച്ചത് നോക്കി. ഇത് പലപ്പോഴും വായിക്കുന്ന കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യാനൊരു ചാൻസ് ഉണ്ടാവാറില്ല. ഡോണ്ട് യു നോ ദാറ്റ്? നിങ്ങൾക്കത് അറിയില്ലേ? കാര്യം അവരിങ്ങനെ കേൾക്കും ആ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിരിക്കും. ബിക്കോസ് ദേ ഡോണ്ട് നോ ഹൗ ടു ഡു, വാട്ട് ടു ഡു, ഏത് സേവ, എങ്ങനെ ഈ ആൾക്കാരെ ഈ ആത്മീയ പാതയിലേക്ക് നിങ്ങൾ ഇത് കൊണ്ടുവരുന്ന. ഇപ്പൊ നാളെ ഈ കോഴ്സ് കേൾക്കാൻ ആളെ കൊണ്ടുവന്നാലും ക്രിയ ചെയ്ത് കഴിഞ്ഞാലും ഇതെല്ലാം ചിലപ്പോ ഗുരുജി ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയില്ല കേട്ടോ. കാര്യം അത് കേൾക്കേണ്ട ഒരു യോഗം പോലും ആ സെൽഫിന് ഉണ്ടാവില്ല. ഗുരുജി എവിടെയെങ്കിലും നിർബന്ധിക്കുന്ന കേട്ടിട്ടുണ്ടോ? കാര്യം അതും ഒരു കർമ്മമാണ്. ഇങ്ങനെ ഒരു മഹാഗുരുവിനെ അറിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ കേട്ട് മുക്തമാവാണ്ട ഒരു യോഗം, ആ കർമ്മം ആ സെൽഫിന് ഉണ്ടാവില്ല. അതുപോലും ആ മഹാഗുരുവിന്റെ അനുകമ്പയാണ് ഈ കമ്പാഷൻ, ഈ പാത്ത്, ഈ മാസ്റ്റർ, ദിസ് ആക്ട് ഓഫ് സേവ. ഇതെല്ലാം ഒരു കരുണ കൊണ്ട് കിട്ടിയിരിക്കുവാണ്. അതിനെപ്പോ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് ഇരിക്കല്ലേ. ദാതവ്യം. ആൻഡ് ഭഗവാൻ പറയാണ് അത് നീ പ്രാക്ടിക്കൽ ആക്കുന്നതാണ് നിന്റെ കർത്തവ്യം. എന്തെങ്കിലും കർത്തവ്യം ഉണ്ടെങ്കിൽ ഈ സേവ ചെയ്യുന്നതാവട്ടെ. യെസ്. ആൻഡ് അത് നീ ചെയ്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വൺ തിങ്, പ്രാപ്തവ്യം. യു വിൽ അച്ചീവ് മീ. ഒന്ന് കൈയൊക്കെ അടിച്ചോ. ദാതവ്യം, കർത്തവ്യം, പ്രാപ്തവ്യം. യു വിൽ ഗെറ്റ് മീ, പ്രാപ്തവ്യം. അല്ലാണ്ട് ഈശ്വരനെ നിങ്ങൾ ഭജിക്കാൻ വേറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ജനാർദ്ദനൻ വെച്ച് കഴിഞ്ഞാൽ ഹീസ് ദ നാഥൻ ഓഫ് ഓൾ ദ ലിവിങ് ബീങ്സ്. ഇഫ് യു ആർ ഡൂയിങ് സംതിങ് ഫോർ ദ സമഷ്ടി, ദ പീപ്പിൾ, അല്ലെ, ഇതിന്റെ ഇടയിൽ നിന്റെ കാര്യങ്ങളൊക്കെ ഭഗവാൻ രസമായിട്ട് കൊണ്ടുപോയിക്കോളും കേട്ടോ. നടന്നോളൂ. ഓക്കെ, വാസ് ഇറ്റ് ഗുഡ്? കുറച്ച് ഇൻഫോർമേറ്റീവും പ്രാക്ടിക്കലും ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ വേറെ കഥയും രസിപ്പിക്കാനും, എന്നാലും പരമാവധി എത്ര സിമ്പിൾ ആക്കാൻ പറ്റും അത്രയും ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലോജിക്കിന് എത്രമാത്രം നിരക്കുന്ന എനിക്കറിയില്ല. എന്നാലും ഞാൻ ഒരു ചെറിയൊരു ഇത് പറയാം. റൈറ്റ് നൗ ഇറ്റ്സ് റെയിനിങ് വെരി. ആൻഡ് ഈ ഗുരുദേവന്റെ ഈ കാര്യം പറയുമ്പോൾ ഐ ഫെൽറ്റ് ഈ ജാസ്മിന്റെ ഒക്കെ ഒരു ഫ്ലവർ. ഞാനിങ്ങനെ ചുറ്റും നോക്കുമായിരുന്നു അതിന്റെ ഒരു ഫ്ലവർ. പിന്നെ എന്റെ ഈ പക്ഷിയെ ഞാൻ എപ്പോഴും ഒരു മുന്നിലൊരു കൂടുണ്ട്, അതിനെ എപ്പോഴും ഈ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഗീത ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും അകത്ത് കൊണ്ടുപോയി കൂടും. ഞാൻ ഇത്തവണ ബാംഗ്ലൂരിലൊക്കെ പോയി, ബാംഗ്ലൂരിലല്ല ഇപ്പൊ ഇവിടെ പോയ മലപ്പുറം, തൃശ്ശൂരൊക്കെ കോഴ്സ് കഴിഞ്ഞിട്ട് വരുമ്പോ അതിനെ പകല് ഈ പൂച്ച ഈ കഴുത്തിനിങ്ങനെ പ്രയാസപ്പെടുത്തിയിട്ട് അതിന് ശബ്ദിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ കരുതി അത് പോകും. ഞാൻ ഈ മഞ്ഞപ്പൊടിയൊക്കെ വെച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഞാൻ സംരക്ഷിക്കുമായിരുന്നു. പിന്നെ അത് കരഞ്ഞിട്ടില്ല ഞാൻ വന്നതിന് ശേഷം. ഐ മീൻ ശബ്ദം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഞാൻ പിന്നെ അതിനടുത്ത് അകത്തും പോകാറില്ല. ബട്ട് റൈറ്റ് നൗ ഞാൻ ഈ ഒരു സംഭവങ്ങൾ ഈ ഗുരുജിയുടെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇറ്റ് ഇസ് ജസ്റ്റ് നൗ റെയിനിങ് ആൻഡ് ഐ ഫെൽറ്റ് ദാറ്റ് jasmine smell and that bird is singing. എനിവേ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഇപ്പൊ ഇത് മുന്നിലുള്ളത്. അപ്പൊ എന്തായാലും നല്ലൊരു ലക്ഷണമാണ് ബാംഗ്ലൂർ ആശ്രമത്തിൽ കോഴ്സ് ചെയ്യാൻ.
നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറാനുള്ള ഒരു ലക്ഷണം. വിജയീ ഭവ. നാളെ കാണാം.